നമസ്കാരം. എല്ലാ മനുഷ്യരുടെയും ഒരു വലിയ സ്വപ്നമാണ് ഒരു വീട് വയ്ക്കുക എന്നുള്ളത്. ഉള്ള സ്ഥലത്ത് നമ്മുടെ കയ്യിലുള്ള കാശും ലോൺ എടുത്തും അങ്ങനെ നമ്മളെല്ലാം ഒരു വീട് ഒരുക്കിയെടുക്കുന്നു. അത് നമ്മുടെ സ്വപ്ന ഭവനം എന്ന് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. എന്നാൽ ആ വീടിന് ശരിക്കും ജീവനുള്ള ഒരു വീടായിരിക്കണം. എങ്കിൽ മാത്രമേ അതിനകത്ത് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്കൊരു മനസ്സമാധാനവും ശാന്തിയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ നല്ല വീടുകൾ നിർമ്മിക്കുന്നതിന് പലപ്പോഴും നമുക്ക് കൂട്ടാളിയായി നിൽക്കുന്നത് വാസ്തുശാസ്ത്രകാരന്മാരാണ്. വാസ്തുവെല്ലാം നോക്കി നമ്മളൊരു വീടൊക്കെ വയ്ക്കുന്നു. എന്നാൽ പലപ്പോഴും എല്ലാം ഒന്നും പൊരുത്തങ്ങളൊന്നും ഒത്തുവരാറില്ല. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ അത്തരം വീടുകളെ നമുക്ക് ഏത് രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ അഭിവൃദ്ധി കാക്ഷിക്കുന്ന ഒരു വീടാക്കി മാറ്റിയെടുക്കാൻ കഴിയും? ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിലുള്ള ചില സംശയങ്ങളാണ്. അത്തരം സംശയങ്ങൾക്ക് തീർച്ചയായും മറുപടിയുണ്ട്. ആ മറുപടി നൽകാനായി എന്നോടൊപ്പം ഇന്നുള്ളത് പ്രശസ്തനായ ഒരു ഫെങ്ഷുയി വാസ്തുശാസ്ത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിക്കവാറും എല്ലാവർക്കും അറിയാം, ചന്ദ്രബോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. ഏകദേശം കാൽ നൂറ്റാണ്ട് കാലത്തെ ഒരു പ്രവർത്തന പരിചയം ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. നിരവധി ചാനലുകളിലൂടെ നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ പല ക്ലാസ്സുകളും കേട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ന് യോഗനാഥ് ന്യൂസിൽ എന്നോടൊപ്പം അതിഥിയായി ചേരുന്നത്. നമസ്കാരം സാർ. പിന്നെ ഇപ്പം സാർ താമസിക്കുന്നത് ആറ്റിങ്ങിലാണ്. സാർ, എനിക്ക് നമ്മൾ ഫെങ്ഷുയി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ശരിക്കും രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന് അതിൻ്റെതായ ഒരു വാസ്തുവിദ്യാ പാരമ്പര്യമുണ്ട്, ഒരു വാസ്തുശാസ്ത്ര പാരമ്പര്യമുണ്ട്, ഒരു വാസ്തുശാസ്ത്രം തന്നെ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചൈനീസ് വാസ്തുവിദ്യ എത്രത്തോളം നമ്മുടെ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അല്ല നമ്മുടെ ഒരു സംസ്കാരവുമായിട്ട് എങ്ങനെ നമുക്ക് മുട്ടിക്കാൻ പറ്റും? അതായത് നമുക്ക് നമ്മുടെ തനതായ വാസ്തു എന്ന് പറയുന്ന ഭാരതീയ വാസ്തുവുണ്ട്. ഭാരതീയ വാസ്തു നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്ന ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതും മനുഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ നമുക്ക് വാസ്തുവിദ്യ പകർന്നു തന്നത്. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് പൂർവികർ അത് ചെയ്തു തന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം അറിയാം, എനിക്ക് ഇവിടെ താമസിച്ച് തുടങ്ങിയപ്പോൾ എന്തോ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്, അനുഭവത്തിൽ വരുന്നുണ്ട് എന്നറിയാം. പക്ഷെ അവർക്കറിയില്ല അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ എന്തെങ്കിലും ദോഷമാണോ എന്നറിയില്ല. എന്തോ ദോഷമുണ്ട്. അപ്പോൾ ആ ദോഷം നമ്മുടെ ഭാരതീയ വാസ്തുവിൽ അളവുകളും കോലുകളും കണക്കുകളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വാസ്തു അനുസരിച്ച്, നമ്മുടെ ഭാരതീയ വാസ്തു അനുസരിച്ച് എൻ്റെ ഈ കാണുന്ന മുഖം, ആ മുഖത്തിൽ എൻ്റെ മൂക്കിരിക്കുന്നത് ശരിയായ സ്ഥാനത്താണ്. ആ മൂക്ക് ഇപ്പുറത്ത് വന്ന് എന്താ സംഭവിക്കുക? അത് അസ്ഥാനത്താവുകയും ചെയ്യും, ഇല്ലാതാവുകയും ചെയ്യും. അതൊരു വൈകൃതം പോലെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു കാഴ്ചയും നമുക്കത് ദോഷകരമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ചെവിയായിരുന്നാലും കണ്ണായിരുന്നാലും മുഖമായിരുന്നാലും വരേണ്ട സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ നമുക്കിപ്പോൾ ഈ താങ്കളുടെ ചോദ്യം ഭാരതീയ വാസ്തു ഉള്ളപ്പോൾ ചൈനീസ് വാസ്തു എന്തിനാണ്, എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 2-3 സെൻറ്റ് സ്ഥലത്താണ് ഒരാൾ വീട് വച്ചിരിക്കുന്ന. കൂട്ടുകുടുംബങ്ങളെല്ലാം അണുകുടുംബങ്ങളായി മാറിയിരിക്കുന്നു. അപ്പോൾ ഓരോ കുടുംബത്തിലുള്ള എല്ലാവർക്കും തന്നെ പല രീതിയിലുള്ള വീടുകൾ ഇങ്ങനെ ഉണ്ടാവും, ഓരോരുത്തർക്കും പ്രത്യേകം. അപ്പോൾ 2-3 സെൻറ്റ് സ്ഥലത്തായിരിക്കാം അവർ ഒരു വീട് വയ്ക്കുന്നത്. അപ്പോൾ ഒരു വീട് വയ്ക്കുന്ന സ്ഥലത്ത് പണ്ട് കാലത്താണെങ്കിൽ വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥാനങ്ങൾ നോക്കിയിരുന്നു. അത് പഴയ കാലത്ത് വാസ്തുവിൽ പറഞ്ഞിരിക്കുന്നത് പശുക്കൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന, ഇല്ലെങ്കിൽ ആഹാരം തേടി നടക്കുന്ന സ്ഥലങ്ങളും അതെല്ലാം മേഞ്ഞ് കഴിഞ്ഞാലെല്ലാം വയറെല്ലാം വരുത്തതിന് ശേഷം അത് കിടക്കുവാൻ വിശ്രമിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വാസ്തുദോഷമല്ല എന്ന് കണ്ടിരുന്നു പഴയ കാലത്ത്. അതായത് മൃഗങ്ങൾക്ക്, ഇപ്പോൾ പശുവിനായിരുന്നാലും മറ്റ് നായ്ക്കൾക്കായിരുന്നാലും പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ പ്രകമ്പനങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ പട്ടി ശരിക്കും ഇങ്ങനെ പോകുന്നതും ഈ പ്രകൃതിയിലുള്ള ദുരന്തങ്ങൾ വരുമ്പോഴത്തേക്ക് പശുക്കൾ ഇങ്ങനെ അലമുറയിട്ട് വിളിക്കുന്നത്. അതൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ രീതിയിലാണ് അന്ന് നമ്മൾ വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് നോക്കാൻ കഴിയില്ല.
കാലം മാറിയതനുസരിച്ച് ജീവിത സാഹചര്യങ്ങളും മാറി. അത് മാറി. അപ്പോൾ ഇന്നിപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചോദ്യത്തിൻ്റെ പ്രസക്തമായ ഭാഗത്തോട്ട് കിടക്കാം. ഇന്നിപ്പോൾ എന്നോട് ചോദിച്ചത് ഇതെന്താണ് തമ്മിൽ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, ഉപയോഗപ്പെടുത്താനുള്ളൂ. അപ്പോൾ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ ചൈനീസ് വാസ്തു അഥവാ ആ ഫെങ്ഷുയി, ഭാരതീയ വാസ്തുവിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എവിടെയാണ്? കന്നിമൂല. അതെ, അങ്ങനെയാണ് പറയുന്നത്. ഒരു വീടിൻ്റെ കുറ്റിയടിക്കാൻ നേരത്ത് എവിടെയാണ് നമ്മൾ കുറ്റിയടിക്കുന്നത്? കന്നിമൂലയിലാണ്. അപ്പോൾ ഈ കന്നിമൂലയിൽ ഇങ്ങനെ കുറ്റിയടിക്കുമ്പോൾ അതിന് അത്രത്തോളം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് ഫെങ്ഷുയിൽ പറയുന്ന തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ അടിക്കുന്നത്. അതെ. പക്ഷേ ആ അത്രത്തോളം പ്രാധാന്യമുള്ള തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഒരു സാധാരണ രീതിയിൽ സമചതുരത്തിനോ ദീർഘചതുരത്തിനോ ആണ് വീടുകൾ വയ്ക്കാറുള്ളത്. അപ്പം നമുക്ക് ഈ പറയുന്ന ഈ ഭാഗത്ത് നമ്മുടെ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൗത്ത് വെസ്റ്റ് ഭാഗത്തിൻ്റെ 4/1 ഭാഗം കട്ടായിപ്പോയി, അവിടെ ഇല്ല. ആ മൂല നമുക്ക് വിടേണ്ടി വന്നു. അപ്പോൾ ആ മൂല നമുക്ക് വിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബുദ്ധിമുട്ട്? അപ്പം നേരത്തെ നമ്മൾ ചോദ്യത്തോടെ എന്തോ ദോഷങ്ങളുണ്ട്, ആ ദോഷങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം അത് വീടുമായിട്ട് ബന്ധപ്പെട്ടാണോ? അങ്ങനെ വീടുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ എങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ടും ഒരു അധിക ചെലവുമില്ലാതെ ഒന്നുകൂടി കെട്ടിടത്തിന് ഇടിച്ച് പൊളിക്കാതെ എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് കലയും ശാസ്ത്രവും സമ്മേളിക്കുന്നതാണ് ചൈനീസ് വാസ്തു അഥവാ ഫെങ്ഷുയി എന്ന് പറയുന്നത്. അതായത് ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ നിന്നും ഫെങ്ഷുയിയെ വ്യത്യസ്തമാക്കുന്നത് പൊളിക്കലുകളില്ലാത്ത ഒരു സിസ്റ്റം. അതുപോലെ പൊളിക്കലുമില്ല, മന്ത്രവാദവുമില്ല, പൂജയുമില്ല, യന്ത്രവുമില്ല, അന്ധവിശ്വാസങ്ങൾ കടത്തിവിടുന്നതുമില്ല. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് ചൈന. എന്നാൽ ആ ചൈനയിലുള്ള അന്ധവിശ്വാസങ്ങളെയോ മറ്റൊന്നിനെയും നമ്മൾ അടർത്തിയെടുക്കുന്നില്ല. അവിടുത്തെ നല്ല വശങ്ങളെ മാത്രം നമ്മുടെ ഭാരതീയ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജീവിതത്തിലോട്ട് പകർത്തുന്നതേ ഉള്ളൂ. ആ വിശ്വാസങ്ങളോ അവിടുത്തെ ഭക്ഷണ രീതികളോ ഒന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സൗത്ത് വെസ്റ്റ്. ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന കന്നിമൂലയിൽ ആ മൂല വിട്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് നമ്മുടെ ചോദ്യം. അതെ. അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു ഭാരതീയ വാസ്തു അനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ പണിക്കരെന്നോ ഇല്ലെങ്കിൽ വാസ്തു വിദഗ്ധനോ വന്നിട്ട് പറയും ഇത് കന്നിമൂലയാണ്, ഇതിങ്ങനെ വിട്ടുകിടക്കാൻ പാടില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് കെട്ടിയെടുത്ത് അതിനൊരു റൂമാക്കി മാറ്റണം. നല്ല കാര്യം. വാസ്തു മോശമാണെന്ന് പറയുന്നില്ല, വാസ്തു നല്ലത് തന്നെയാണ്. പക്ഷേ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കെട്ടിയെടുത്തതിന് ശേഷം മാസ്റ്റർ ബെഡ്റൂം, വീട്ടിലെ ദമ്പതികൾ കിടക്കേണ്ട സ്ഥാനമാണ് സൗത്ത് വെസ്റ്റ് എന്ന ഭാരതീയ വാസ്തുവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനെ കെട്ടിയെടുക്കണം. അപ്പോൾ നല്ല ചിലവ് വരും. ചിലവ് വലിയ വീടായിരിക്കും വെച്ചിട്ടുള്ളത്. അതിന് നല്ല സാമ്പത്തികമായിട്ടുള്ള ചിലവ് വരാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ഫെങ്ഷുയി പറയുന്നു അഥവാ ചൈനീസ് വാസ്തു പറയുന്നു അവിടെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് കൊടുത്താൽ മതി. രാത്രി 2-3 മണിക്കൂർ ആ കോർണറിൽ ലൈറ്റ് ഇടാം. ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ, അതായത് നെഗറ്റീവായിട്ട് കിടക്കുന്ന ഒരു സ്ഥാനത്തിനെ പോസിറ്റീവ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്ന. പ്രകാശം കൊടുത്ത് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ തന്നെ ഹോളിനകത്ത് സൗത്ത് വെസ്റ്റ് കോർണറിൽ, അതായത് അവിടുത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് എർത്താണ്, മണ്ണാണ്. അതെ, വലിയ ഭൂമിയാണ് സൗത്ത് വെസ്റ്റ് ഭാഗത്തുള്ളത്. അപ്പോൾ ആ സൗത്ത് വെസ്റ്റ് ഭാഗത്തുള്ള ആ വലിയ ഭൂമിയെ നമ്മൾ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒന്നുകിൽ നമ്മൾ എർത്തിൻ്റെ, അതായത് മണ്ണിൻ്റെ നിറമായിട്ടുള്ള ഒരു ബ്രൗൺ നിറം, ഇല്ലെങ്കിൽ ഒരു യെല്ലോ കലർന്നിട്ടുള്ള ഒരു നിറം, ആ ഏതെങ്കിലും ഒരു നിറം ആ ചുവരിൻ്റെ 2 ഭിത്തിയിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഈ മണ്ണ് കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കാം. ഇതൊക്കെ വെച്ച് കൊടുക്കുകയും ഒരു ലൈറ്റും കൂടി സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കുകയും ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരു കാര്യം പറയുമ്പോൾ ഈ സൗത്ത് വെസ്റ്റിൽ കല്ല് കെട്ടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഒരു ഫൗണ്ടേഷൻ അവിടെ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നത് വളരെ തിരുവനന്തപുരത്ത് കോവളത്തെല്ലാം വലിയ വലിയ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ നടത്തുന്നവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ എർത്തിന് ഉപയോഗിക്കുന്ന കമ്പി, എർത്തിനുപയോഗിക്കുന്ന ഒരു കമ്പി ഉണ്ടല്ലോ, എർത്ത് വയർ, അതിന് നമുക്ക് ഈ കോപ്പർ വയർ, ആ കോപ്പർ വയറിനെ നമുക്ക് 4 ചുറ്റി വിട്ടെടുത്തിട്ട് മണ്ണിട്ട് മൂടി കൊടുത്താൽ മതി. അളവ് ക്രമീകരിക്കുക. അപ്പം നമ്മൾ ഭാരതീയ വാസ്തുവിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. ആ അളവിനെ ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അവിടെ കട്ടായി കിടക്കുന്ന സ്ഥലത്ത്. അപ്പം നമുക്കത് കല്ല് വേണ്ട, മണ്ണ് വേണ്ട, സിമൻറ്റ് വേണ്ട, മനുഷ്യ പ്രയത്നം വേണ്ട. വളരെ സിമ്പിളായിട്ട് ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ്
ഇത് നമ്മുടെ ചൈനീസ് വാസ്തുവും ഭാരതീയ വാസ്തുവും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചൈനീസ് വാസ്തു അഥവാ ഫെങ്ഷു എന്ന് പറയുന്നത്. ഇനി നമുക്ക് സൗത്ത് വെസ്റ്റ് കോർണർ കട്ടായി കിടക്കുകയാണ്, ഇല്ലെങ്കിൽ ആ മൂലയിൽ ഒരു കിണർ വന്നിരിക്കുന്നു, അതല്ലെങ്കിൽ അവിടെ ഒരു സെപ്റ്റി ടാങ്ക് വന്നിരിക്കുന്നു, അതല്ലെങ്കിൽ അവിടെ ഒരു വേസ്റ്റ് കുഴി വന്നിരിക്കുന്നു, അതല്ലെങ്കിൽ ആ ഭാഗം താഴ്ന്നു കിടക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഒന്ന് നോക്കിയാൽ മതി, ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യം നിങ്ങളുടെ വീട്ടിൽ റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം. അതായത് വിവാഹം കഴിയാൻ പ്രായമായിട്ടുള്ള 24 25 എത്ര പ്രായമായിക്കോട്ടെ, അല്ലെങ്കിൽ അതിൽ കൂടുതലായിക്കോട്ടെ, ആ കുട്ടിയുടെ വിവാഹം കഴിയുവാൻ ഏറെ സമയമെടുക്കും. അഥവാ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞു പോയിട്ടുള്ള വീടുകളിലാണെങ്കിൽ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. റിലേഷനാണ് അത് ബാധിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ വീട് നിൽക്കുമ്പോൾ അത് സ്ഥാനത്തല്ല, അല്ലെങ്കിൽ ആ വീട്ടില് ഈ വാസ്തുശാസ്ത്രപരമായി അതൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ അവിടെ താമസിക്കുന്നവർക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ തോന്നൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അതായത് നമുക്ക് അങ്ങനെ തോന്നാനുണ്ടാകുന്ന പ്രധാന കാരണം എന്ന് പറയുമ്പോൾ, താങ്കൾ ഒരു ബിസിനസ്സുകാരനായിരിക്കാം, ആ ബിസിനസ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല വരുമാനവും ഉണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ വിചാരിച്ച പോലെയുള്ള ഇൻകം, ആ ഒരു പൈസ വരുമാനം നമുക്ക് കിട്ടുന്നില്ല. വീട്ടിലാണെങ്കിലോ സൗന്ദര്യപ്പിണക്കങ്ങളും വാക്ക് തർക്കങ്ങളുമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ വീട്ടിലെ ഗ്രഹനാഥയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ട്, കാരണം അമ്മയുടെയും ഇളയ കുഞ്ഞിൻ്റെയും സ്ഥാനമാണത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിന് വാസ്തുദോഷമുണ്ട് എന്ന് കണക്കാക്കാം. അതല്ലെങ്കിൽ കിഴക്ക് വശത്തായിട്ട് ഇപ്പം നമ്മൾ ഒരു സെക്ടർ മാറിപ്പോവുകയാണ്, ഇവിടെ സൗത്ത് വെസ്റ്റിലാണ് നിൽക്കുന്നത്, കാരണം 9 സ്ഥലത്തും വരേണ്ടതുണ്ട്, അത് പിന്നെ നമുക്ക് വരാം. അപ്പോൾ ഈസ്റ്റ് ഭാഗത്താണെങ്കിൽ ഒരിക്കലും വിട്ടുമാറാത്ത രോഗം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, വാസ്തുദോഷമുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മൂലയെ പറ്റി, ഒരു കോർണറിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിവാഹം കഴിയുവാൻ സമയമെടുക്കും. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞു പോകാൻ എന്ത് ചെയ്യാം? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ എൻ്റെ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഈ കോർണറിനകത്ത് എനിക്ക് ഇടിക്കുവാനോ പൊളിക്കുവാനോ കൂട്ടിച്ചേർക്കുവാനോ കഴിയുന്നില്ല. എന്നാൽ എൻ്റെ മകളുടെ വിവാഹം കഴിയുവാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും, അതായത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം, 2 വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും നമ്മുടെ ആലോചനകളിലൂടെ തന്നെ, പണ്ട് കാലത്ത് നമുക്ക് കൗൺസിലിംഗ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസിൻ്റെയൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തമ്മിൽ പരസ്പരം സംസാരിപ്പിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇപ്പോഴത്തെ ഈ ജനറേഷൻ്റെ കാര്യം പറയുന്നില്ല, അത് പോട്ടെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കെന്നെ ഇഷ്ടപ്പെടില്ല, അത് പോട്ടെ. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അപ്പോൾ ആ കുട്ടി ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പെൺകുട്ടി ജനിക്കുന്നു, അവർക്ക് പുതിയതായിട്ട് 2 വ്യത്യസ്തമായിട്ടുള്ള 2 സംസ്കാരങ്ങൾ നിൽക്കുന്ന കുടുംബത്തിൽ നിന്ന് അവർ ഒന്നിച്ച് ഒരു ജീവിതത്തിലോട്ട് കടന്നു വരുന്നു. ആ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോഴത്തേക്കും അവർ ഒന്നായിട്ടുള്ള ഒരു അഭിപ്രായം ഏകീകരണത്തിലൂടെ ജീവിച്ചു പോകുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നു. പിന്നെ അവരുടെ ലക്ഷ്യം എന്താണ്? ആ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല ആരോഗ്യത്തോടു കൂടി വളർത്തുക, ആ നല്ല ഒരു 18-20 വയസ്സിലായുള്ള വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ ശേഷം നല്ലൊരു ജോലി സമ്പാദിച്ചു കൊടുക്കുക. അതിലുപരിയായിട്ട് ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒരു വലിയ ആഗ്രഹമുണ്ട്, ആ കുട്ടിയെ നല്ല കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺകുട്ടികൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് ഒരു ജോലി കിട്ടിയതിന് ശേഷം മാത്രം വിവാഹം മതി. നല്ല കാര്യം തന്നെയാണ് അവർ ചിന്തിക്കുന്നത്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇതുണ്ടാവണം. എന്നാൽ ഒരു കരയുന്ന 2 മനസ്സുകൾ അവിടെ ഉണ്ടാവും. അമ്മയ്ക്ക് പ്രയാസം കൊണ്ട് മകളുടെ വിവാഹം നടക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് കരയാം, കണ്ണുനീർ വാർക്കാം. ഇതിലുപരിയായിട്ട് എല്ലാം അടക്കിപ്പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനിടെ ഉണ്ട്, അച്ഛനാണ്, പിതാവാണ്. അദ്ദേഹത്തിൻ്റെ വിഷമം ആരോടെ പറയുക? അപ്പം നമുക്ക് വീണ്ടും വിഷയത്തിലൂടെ വരാം. ആ വിഷയത്തിലൂടെ വരുമ്പോൾ ഈ വിവാഹം നടക്കുവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ
ഏത് പെൺകുട്ടിക്കാണ് ഇപ്പം അനുപമ ഉള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയും അനുപമയുടെ വിവാഹം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജനിച്ച ദിവസവും മാസവും വർഷവും എനിക്ക് തരിക. ചൈനീസ് വാസുവിൻ്റെ ഇല്ല പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുവാൻ നമ്പർ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നു. അപ്പോൾ കുവാൻ നമ്പർ എന്ന് പറയുന്നത് 1 ആണെന്നിരിക്കട്ടെ. ആ 1 ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഈസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട കുട്ടിയാണ്. അവരുടെ നല്ല സെക്ടറുകൾ ഈസ്റ്റാണ്, സൗത്താണ്, നോർത്താണ്, സൗത്ത് ഈസ്റ്റാണ്. ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അവൾ ജനിച്ചിട്ടുള്ള ആനിമൽ ഏതാണെന്ന് നോക്കുന്നു. ആ ആനിമലിൻ്റെ സീക്രട്ട് ഫ്രണ്ട് ഏതാണെന്ന് നോക്കുന്നു. പീച്ച് ബ്ലോസം ആനിമൽ ഏതാണെന്ന് നോക്കുന്നു. ഞാൻ ചെയ്യുന്നത് ആ കുട്ടിയുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി കിടക്കുന്ന ഒരു റൂം ഉണ്ടാവുമല്ലോ, ആ റൂമിൻ്റെ പുറത്തായിട്ട് ഒരു പക്ഷി ഒരു മരച്ചില്ലയിലിരിക്കുന്നു. മറ്റൊരു പക്ഷി, ഒരു ആൺപക്ഷി ഇങ്ങനെ പറന്ന് അതിൻ്റെ അടുത്തോട്ട് വരുന്നു. കാത്തിരിപ്പ് അവസാനിച്ചു എന്ന് കാണിക്കുന്ന സൂചന കാണിക്കുന്ന ഒരു ചിത്രം. പറഞ്ഞാൽ അത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നറിയില്ല. ആയിരക്കണക്കിന് സ്ഥലത്ത് ഈ സംഭവം ഈ ഒരു പിക്ചറുണ്ട്. അത് ഞാനിവിടെ കാണിക്കുന്നില്ല, ചില ബുദ്ധിമുട്ടുണ്ട്, ഇത് കാണിക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ ഒരു പിക്ചറുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പിക്ചർ ഇതിൻ്റെ പുറമെ നമ്മൾ വാതിലിൻ്റെ പുറത്തൊട്ടിക്കുകയും റൂമിൻ്റെ പുറത്ത്, അത് കുട്ടി അകത്ത് നിന്ന് റൂമിൽ അടയ്ക്കുമ്പോൾ ആ ചിത്രം പുറത്താണ് വരുന്നത്. കാത്തിരിപ്പ് അവസാനിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ചിത്രം അത് പുറത്ത് വരികയും ആ പീച്ച് ബ്ലോസം എന്ന് പറയുന്നത് എൻ്റെ ഒരു ചിത്രമുണ്ട്. അത് ചിലപ്പോൾ നോർത്തിലാണെങ്കിൽ ഒരു റാറ്റിൻ്റെ ചിത്രമായിരിക്കാം, റാറ്റ് എലി. അതിന് ആ റാറ്റിന് ഒരു സ്ഥാനമുണ്ട്, അത് നോർത്താണ്. ആ നോർത്ത് ഭാഗത്ത് നമ്മൾ പ്ലേസ് ചെയ്യും. എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ശാസ്ത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ അപ്പോൾ ഇതൊക്കെ ശരിക്കും നടക്കുന്നുണ്ട്. ആറ്റിങ്ങിലെ ഡോക്ടർ പേരെയും പറയില്ല, 31 വയസ്സുണ്ട്. അപ്പോൾ എനിക്ക് ഒരു സ്റ്റുഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, 10-26 വർഷമായിട്ട്. അപ്പോൾ അവരവിടെ മറ്റു കാര്യങ്ങൾക്കെല്ലാം വരും, പ്രിൻ്റ് എടുക്കാനും മറ്റു കാര്യങ്ങളെല്ലാം വരും. വരുമ്പോഴത്തേക്ക് വിവാഹം നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അച്ഛനും കുറേ ഏറെ പ്രായമായി. അപ്പോൾ ഞാൻ ചോദിച്ച്, അപ്പോൾ ടി വിയിൽ പ്രോഗ്രാം അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ പരിചയപ്പെട്ട് ഞാൻ പറഞ്ഞു എവിടെ വീട് തൊട്ടടുത്താണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഒരു വിഷമം കണ്ടിട്ട് ചെന്നു. ഇത് ചെയ്തത് ഇപ്പോൾ ആഗസ്റ്റ് 3-ാം തീയതി വിവാഹം നടക്കുന്നു. ഉദാഹരണം പറഞ്ഞുള്ളത്, ഡോക്ടർ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ അടുത്ത് അങ്ങനെ എത്രയോ നടന്നിരിക്കുന്നു. ഇത് പറയുന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്നെ കൊണ്ട് നാളെ ഇത് ചെയ്യിക്കുകയോ എന്നെ വിളിക്കാൻ, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ശ്രീനാഥിനോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസനീയമാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമുക്കിപ്പോൾ ആരും നിർബന്ധിച്ചിട്ടല്ല ചെയ്യുന്നത്. എനിക്കത് ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് കാര്യങ്ങളുണ്ട്, ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ഉൾക്കൊണ്ടിട്ട് മാത്രം ചെയ്താൽ മതി. അതിലെൻ്റെ കറക്റ്റ്. അതെ, തീർച്ചയായിട്ടും. അതെ, ഞാൻ പോയിട്ടുള്ള വീടുകളിൽ അധികവും ഒരു പ്രത്യേക എന്താ പറയുന്നത് വിഭാഗത്തിൻ്റെതാണ്. അത് ശരി. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല. കൂടുതലും അങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ്, എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ എനിക്കതൊന്നും പറയാറില്ല. അവിടെ ചെല്ലപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടാവും, ബാക്കിയൊന്നും പറയുന്നില്ല. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് പല പ്രാവശ്യം എൻ്റെ മാനസികമായിട്ടത് മാനസിക നിലയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ അത് വരുത്തിയിട്ടുണ്ട്. ചില കാരണങ്ങളുണ്ട്, അത് പോട്ടെ. അപ്പം നമ്മൾ നേരത്തെ പറയുന്നത് ജാതിക്കും മതത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും വിപരീതമായിട്ടാണ് ഫെങ് ഷുയി. സ്ത്രീയെന്നോ പുരുഷനൊന്നും ഇല്ലാതെ ആർക്കും ചെയ്യാവുന്നുള്ള ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് ഫെങ് ഷുയി എന്ന് പറയുന്നത്. നമ്മൾ ഇരിക്കുന്ന സ്ഥലം, ഇപ്പോൾ ഉദാഹരണത്തിൽ എല്ലാവരും ചോദിക്കും എന്താണ് ഈ ഫെങ് ഷുയിയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് മറ്റൊരു കാര്യം തന്നെ പറയാം. ഓരോരുത്തരും കിടക്കുന്ന മുറി, ഒരു വീട്ടിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഞാനൊരു വീട്ടിലോട്ട് കയറി ചെല്ലുകയാണോ ഫെങ് ഷുയി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചൈനീസ് വാസ്തു ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് എനിക്ക് പിന്നെ ഞാൻ അവിടെ ഒരു കൺസൾട്ടൻ്റായിട്ട് മാറുകയാണ്. ഞാൻ ഫെങ് ഷുയി കണ്ണുകളിലൂടെ മാത്രമേ അവിടെ ഇരിക്കുന്ന ആ വീട്ടിനകത്തിരിക്കുന്ന ഓരോ ആഡംബര സാധനങ്ങളും ഷോ പീസുകളും ഒക്കെ ഞാൻ കാണും. അപ്പോൾ പ്രധാന വാതിലെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ വൃത്തിയായിട്ട് എപ്പോഴും സൂക്ഷിക്കാറുള്ള ഒരു ഭാഗമാണ് മനുഷ്യൻ്റെ മുഖം. ആ മുഖത്താണല്ലോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ പ്രാധാന്യം കൊടുക്കുമ്പോഴത്തേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ വീടിൻ്റെ മുൻവശം കാണുമ്പോൾ എനിക്ക് അറിയാൻ കഴിയും ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു നായി വളരെയധികം വിശന്ന് അലഞ്ഞ് തളർന്ന് കിടക്കുന്നു. അവിടുത്തെ
ചില കാര്യങ്ങളെ അത് സൂചിപ്പിക്കുന്നു. വീടിൻ്റെ പ്രധാന വാതിൽ എവിടെയാണെന്ന് നമ്മൾ നോക്കുന്നു. എല്ലാം കൈവിട്ട് പോകുന്ന, അതായത് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് പലതും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്ന ഒരു സ്ഥാനത്താണോ പ്രധാന വാതിൽ എന്ന് നോക്കുന്നു, അല്ലെങ്കിൽ ഗേറ്റ് എന്ന് നോക്കുന്നു. അങ്ങനെ ആ സ്ഥാനത്ത്, അത് തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലോ ഗേറ്റോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് കൈവരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും അടുത്തു വരികയും അതുപോലെ തന്നെ കൈവിട്ടു പോവുകയും ചെയ്യും. ഒരു സംശയം വേണ്ട. ഇതൊക്കെ തീർത്തും പറയണം, തുറന്നു പറയണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഗേറ്റോ പ്രധാന വാതിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇടിച്ചു പൊളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിനുള്ള പോംവഴി ഇനി അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഓക്കെ.